ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു മോഡൽ അല്ലെങ്കിൽ പുതിയൊരു മെത്തേഡ് ഉപയോഗിച്ച് ഹെയർ ആക്സസറീസ് എങ്ങനെയാണ് ചെയ്യാമെന്നാണ് പറയേണ്ടത്. പുതിയ മെത്തേഡൊന്നുമല്ല, ആക്ച്വലി ഇതെല്ലാവരും ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളിന്ന് ക്രോഷറ്റിൻ്റെ ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയണത്. അതായത് ത്രെഡ്, പിന്നെ അതുപോലെ തന്നെ നീഡിൽസ്, എനിക്കറിയാവുന്ന കാര്യങ്ങൾ കേട്ടോ. ഞാൻ ഒരു ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ യൂട്യൂബ് നോക്കിയിട്ടും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടൊക്കെയാണ് ഓരോന്ന് പഠിച്ചത്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനത് വെച്ചിട്ടുണ്ടാക്കുന്ന സാധനങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ ഇനി മുതൽ കാണിച്ചു തരാൻ പോണത് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഫോം ഷീറ്റും കൊണ്ടിട്ടുള്ള ഹെയർ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇടയിലുണ്ടാവും. അപ്പോൾ ഒന്ന് വന്നിട്ട് ഈ ടൈപ്പ് ഒരു ഉള്ളൻ ത്രെഡാണ്. ഇത് വന്നിട്ട് കുറച്ചിങ്ങനെ ഈ ഒരു വലിയ ടൈപ്പ് ഉള്ളതാണ്. ഇത് കോട്ടൺ അല്ല, മിക്സാണ് കേട്ടോ. ഇതിൻ്റെ ഒന്നും കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷെ നമ്മളെപ്പോലെ ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇതും കൊണ്ട് ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഒരു ത്രെഡ്, ഇത് നമുക്ക് ഇങ്ങനെ ഐ തിങ്ക് ഒരു 12-13 രൂപയ്ക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അവിടെ ഓരോ റേറ്റ് ആയിരിക്കുമല്ലോ. പിന്നെ ബൾക്കായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് റേറ്റ് കുറഞ്ഞിട്ട് കിട്ടുമായിരിക്കും വിചാരിക്കണം. ഞാനിപ്പോൾ ബൾക്കായിട്ട് എടുക്കാൻ തുടങ്ങിയിട്ടില്ല, ബിക്കോസ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ത്രെഡ് ഉണ്ടാവും. പിന്നെ ഇതുപോലെ വലിയൊരു ത്രെഡ് ഉണ്ടാവും കേട്ടോ. ഇത് 130 രൂപ 140 രൂപ ആ റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട്. ഇത് പ്യോർ കോട്ടൺ ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് വെക്കുമ്പോൾ മനസ്സിലാവുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ കുറച്ചുകൂടെ ഇങ്ങനെ ഒരു രോമം പോലെയൊക്കെ ഇങ്ങനെ എണീച്ച് നിൽക്കുന്നത് കണ്ടോ. ഇത് കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഇതിൽ അങ്ങനെയുള്ളതൊന്നുമില്ല, ചെറിയ രീതിയിലുണ്ടാവുള്ളൂ. പക്ഷെ നമുക്കത് കാണാൻ പോലും പറ്റില്ല. ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം, അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ഇതിൽ കുറച്ചുകൂടെ ഇങ്ങനെ ഈ തരി പോലെ ഇങ്ങനെ എണീച്ച് നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അത് നമ്മുടെ ഈ ഒരു കോട്ടൺ യാണിൽ വന്നിട്ട് കുറവാണ്. അപ്പോൾ നമുക്ക് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ഒരു പ്രൊജക്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കോട്ടൺ യാണായിരിക്കും. ഇതാണ് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നും നമ്മൾ ഇതും കൊണ്ട് ഓരോ വർക്ക് ചെയ്യുന്ന സമയത്ത്. ഞാനിത് രണ്ടും കൊണ്ടും ചെയ്ത വർക്ക് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ത്രെഡ് വന്നിട്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ഈ ഒരു ത്രെഡ്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ത്രെഡ് ഉണ്ട്. ഞാനിപ്പോൾ ഇത് രണ്ടാണ് കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. പിന്നെ കോട്ടൺ ത്രെഡിൻ്റെ അതായത് ഇത് തിക്നെസ് കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ തിക്നെസ്സിലനുസരിച്ചിട്ട് ബാഗ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫ്ലവേഴ്സ്, ഹെയർ ആക്സസറീസ്, അതെല്ലാം ഓരോ തിക്നെസ്സിലനുസരിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കസ്റ്റമർ ഇപ്പോൾ ഇത്ര തിക്നെസ്സിൽ വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ത്രെഡ് വാങ്ങിച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ കളേഴ്സ് മാത്രം കസ്റ്റമൈസ് ചെയ്തിട്ട് ബാക്കിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് ത്രെഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ നല്ലതാണ്. അപ്പോൾ ബിസിനസ് ചെയ്യുന്നവർ കാണുന്നുണ്ടെങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യണത് ഈ ഒരു ത്രെഡായിരിക്കും. അതായത് നിങ്ങൾക്ക് ഒരുപാട് പൈസ ഇല്ല അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് പൈസ മുടക്കാനില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ത്രെഡായിരിക്കും. ബിസിനസ് ലോ പ്രൈസിൽ നിങ്ങൾക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ത്രെഡ് വാങ്ങിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് ആക്ച്വലി ഒരെണ്ണമാണ്, ഈ ഒരു റോളിനാണ് 130 രൂപ വരുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് ലാഭമാണ്, നമുക്ക് നിറയെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചിലപ്പോൾ 130 രൂപ ഈ ഒരു സിംഗിൾ കളർ മാത്രം വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷേ ആ ഒരു 130 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു 10 കളറോ ഇല്ലെങ്കിൽ ഒരു 12 കളറൊക്കെ റേറ്റ് കുറച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ബെറ്റർ ബിസിനസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണവർക്ക് ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. നമുക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റ് ഇതും കൊണ്ട് ഉണ്ടാക്കിയാൽ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഈ എണീച്ച് നിൽക്കുന്ന ഈ ഒരു രോമം ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് കളയാന്നുള്ളത്, അതായത് ഈ ഒരു കുഞ്ഞു ത്രെഡ് പോലെയുള്ളത് എങ്ങനെയാണ് കളയാന്നുള്ളത് ഞാൻ വരും വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ത്രെഡിനെ പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ നീഡിൽസാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇതിനെ യൂസ് ചെയ്യുന്ന ക്രോഷറ്റ് നീഡിൽസാണ് ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ നമ്മൾ ഈ ആരി വർക്കൊക്കെ ഉണ്ടല്ലോ, ആരി വർക്ക് കുറച്ചുകൂടെ ചെറിയ ഹുക്കായിരിക്കും. ഇത് കുറച്ചുകൂടെ വലുതാണ്. അതായത് നമ്മുടെ ഓരോ ത്രെഡിൻ്റെയും സൈസിനനുസരിച്ചിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം വന്നിട്ട് ഇത് എത്ര സൈസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ വാങ്ങിച്ചതിൽ 2.5 തൊട്ടിട്ടാണ് സൈസ് വരുന്നത് കേട്ടോ. കാണാൻ പറ്റും, ക്ലിയർ ആവുന്നില്ലെന്ന് തോന്നുന്നു. 2.5 ആണ് സൈസ് വരുന്നത്. ഇതിൽ കണ്ടോ സൈസ് എഴുതിയിരിക്കുന്നുണ്ടോ, 5.5 mm. അതുപോലെ തന്നെ 2.5 ആണ് ഇതിൽ സൈസ് വരുന്നത് കേട്ടോ. കണ്ടോ, ഇതാണ് ഏറ്റവും ചെറിയ സൈസ്. എൻ്റെ കയ്യിലുള്ള ഏറ്റവും ചെറിയ നീഡിൽ ഇതാണ് ചെറിയ സൈസ്. അത് കഴിഞ്ഞ് പിന്നെ 3.5 mm, പിന്നെ 3.0 mm ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും നീഡിൽസാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് നമ്മൾ ഓരോ ത്രെഡിൻ്റെയും തിക്നെസ് അനുസരിച്ച് നമ്മൾ നീഡിൽ മാറ്റിയാലാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി കിട്ടുള്ളൂ കേട്ടോ.
പിന്നെ വന്നിട്ട് ഈ നീഡിൽ നമുക്ക് ഓൺലൈനിലൊക്കെ ഈ ത്രെഡും നീഡിലും എല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഈ ഒരു നീഡിൽ നമുക്ക് കടകളിൽ, അതായത് നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിലൊന്നും കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ബിക്കോസ് ഇത് ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് റേറ്റ് കുറവായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്ത് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം വാങ്ങിച്ച നീഡിൽസാണ്. ചെയ്യാൻ സ്റ്റാർട്ട് തുടങ്ങിയ സമയത്ത് ഞാൻ യൂസ് ചെയ്ത നീഡിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു നീഡിലാണ്. ഇത് നമ്മൾ ഇവിടെ നിന്ന് ഈ അടുത്ത ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചൊരു നീഡിലാണ് കേട്ടോ. ഇത് ഒരെണ്ണത്തിന് 40 രൂപയാണ് വരുന്നത്. പക്ഷേ ഞാൻ ഇത്രയും നീഡിൽ വാങ്ങിച്ചത് ഐ തിങ്ക് ഒരു 180 രൂപ എന്തോ ആണ് ഇത്രയും നീഡിൽസ്, ഞാൻ ഈ 8 നീഡിൽസ് വാങ്ങിച്ചത് കേട്ടോ. ഇത് ഒരെണ്ണം 40 രൂപ. അപ്പോൾ നമുക്ക് ഏതാണ് ലാഭം? ഈ നീഡിൽസാണ് ലാഭം. ഇത് നമ്മൾ പിടിച്ച് യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഒരു നീഡിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് പിടിച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും. പക്ഷേ അത് നമ്മൾ യൂസ് ചെയ്ത് ശരിയായി കഴിഞ്ഞാൽ, നല്ല എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. കൈയൊന്നും വേദനിക്കില്ല. ആദ്യം യൂസ് ചെയ്യുമ്പോൾ വേദനയുണ്ടാവും. പിന്നെ ഈ ഒരു നീഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു നീഡിൽ, ഒരേ ഒരു നീഡിൽ വാങ്ങിച്ചിട്ട് നിങ്ങൾ ആദ്യം യൂസ് ചെയ്ത് നോക്കുക. നമ്മൾ ഐ തിങ്ക് നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ നീഡിൽ തറവായിട്ട് കയ്യിൽ നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഈ നീഡിൽ വന്നിട്ട് 3.5 mm ആണ് ഞാൻ വാങ്ങിച്ചത്. ഫസ്റ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ 3.5 mm നീഡിൽ വാങ്ങിച്ചിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം വലിയ സൈസിലേക്കുള്ള നീഡിൽസൊക്കെ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നീഡിൽസിനെ പറ്റി പറയാനുള്ളത്. പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് ത്രെഡ് കട്ട് ചെയ്യാനുള്ളൊരു കട്ടർ ആവശ്യമാണ്. കട്ടറോ ഇല്ലെങ്കിൽ കത്രികയോ അങ്ങനെ എന്താണ് നിങ്ങളുടെ കയ്യിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നീഡിൽ വന്നിട്ട് 3.5 mm അതുപോലെ തന്നെ 2.5 mm ഒക്കെ നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? ഈ ഒരു നമ്മുടെ ഈ ഒരു ത്രെഡിൽ വന്നിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ എനിക്ക് ഈ ത്രെഡിൻ്റെ കറക്റ്റ് സൈസും കാര്യങ്ങളും പറഞ്ഞുതരാൻ അറിയില്ല. ബിക്കോസ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ത്രെഡാണ്. ഈ ത്രെഡിന് വന്നിട്ട് ഐ തിങ്ക് ഈ ത്രെഡിൻ്റെ സൈസ് കറക്റ്റായിട്ട് എനിക്കറിയില്ല. പിന്നെ ചില ബ്രാൻഡഡ് ആയിട്ടുള്ള ത്രെഡ്, അതായത് ഇത് ഞാൻ കുറച്ച് ലോക്കൽ ആയിട്ടുള്ള ത്രെഡാണിത്. ഞാൻ ഇവിടുത്തെ ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ത്രെഡിൻ്റെ കവറിങ്ങിൽ വന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലൊരു കവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ വന്നിട്ട് സൈസും അതുപോലെ ഹുക്കിൻ്റെ സൈസും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു ത്രെഡ് വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ കവർ ചെയ്തിട്ടായിരിക്കും ഒരു ഇതിൽ കൂടെ ഒരു ക്രോസ് ആയിട്ട് ഒരു പേപ്പറിൽ ഈ ത്രെഡിൻ്റെ സൈസും അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യേണ്ട നീഡിലിൻ്റെ സൈസും എല്ലാം അതിൽ മെഷർ ചെയ്തിട്ടുണ്ടാവും. അതാണ് വ്യത്യാസം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ത്രെഡിൻ്റെ സൈസ് അറിയാം, നീഡിലിൻ്റെ സൈസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ നീഡിൽ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഏത് നീഡിലാണ് പറ്റണമെന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ത്രെഡാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 mm ഹുക്ക് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 2.5 mm 3.5 mm ഒക്കെ ഹുക്ക് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. 3.5 mm കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് തോന്നുന്നു. 2.5 mm അതുപോലെ തന്നെ 3 mm 3.5 mm പറ്റും. പക്ഷേ ഓരോ ബ്രാൻഡിൻ്റെയും വ്യത്യാസം ഉണ്ടാവും. അതാണ് പ്രശ്നം. ഇത് രണ്ടും 3.5 mm ആണ് കേട്ടോ. കണ്ടോ, ഇതും ഞാൻ ആദ്യം വാങ്ങിച്ച 3.5 mm ആണ്. അതുപോലെ തന്നെ ഇതും 3.5 mm ആണ്. പക്ഷേ ബ്രാൻഡിൻ്റെ വ്യത്യാസം വരുന്ന സമയത്ത് ഈ ഹുക്കിൻ്റെ രണ്ടിൻ്റെയും വലിപ്പം കണ്ടോ, ഇത് കുറച്ചുകൂടെ തിക്നെസ് ഉള്ള പോലെയുണ്ട്, ഇത് കുറച്ചുകൂടെ തിക്നെസ് കുറവാണ്. ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ബ്രാൻഡിനനുസരിച്ച് നീഡിലിൻ്റെ സൈസിലും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ആദ്യം 3.5 mm, അതായത് ബ്രാൻഡാണെങ്കിൽ ലോക്കലാണെന്നുണ്ടെങ്കിൽ 3.5 mm വാങ്ങിക്കുക കേട്ടോ. ഇനി ഇത് നമ്മൾ ഇതിലെങ്ങനെ വർക്ക് ചെയ്യേണ്ടത്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും പറയാം. അപ്പോൾ ഇതും കൊണ്ട് ചെയ്ത കുറച്ച് വർക്ക് ഞാൻ എന്തായാലും ആദ്യം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ. ഇത് ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തതൊന്നുമല്ല. ഫസ്റ്റ് ടൈം ചെയ്ത പ്രൊഡക്റ്റൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇത് ഞാനിപ്പോൾ റീസെൻ്റ്ലി ചെയ്തൊരു പൗച്ചാണ്. നമ്മൾ കാർഡൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പൗച്ചാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഹുക്കും അതുപോലെ തന്നെ ബട്ടൺസും എല്ലാം നമുക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ത്രെഡും കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നീറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഇത് ചെയ്യാൻ എനിക്കൊരു 1.5 മണിക്കൂറൊക്കെയാണ് വേണ്ടി വന്നിട്ടുള്ളൂ. ഞാനിത് ചെയ്ത് എക്സ്പീരിയൻസ് ആയി. എനിക്കിപ്പം പെട്ടെന്ന് ആ വഴങ്ങി വരുന്നത് കാരണം 1.5 മണിക്കൂറിൽ ചെയ്ത്. ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ആർക്കും ഇത്ര പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. അത് ഞങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇല്ലാതെ ആദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ അയ്യോ എനിക്കൊന്നും കിട്ടണില്ലല്ലോ എന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് ഫസ്റ്റായിട്ട് ചെയ്ത
പൗച്ച് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളൻ ത്രെഡ് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്ത സാധനങ്ങളൊക്കെ പാളിപ്പോയി. ഇത് പിന്നെ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ ചെയ്തതാണ്. നമ്മുടെ ഉള്ളൻ ത്രെഡ് വെച്ചിട്ട്, അതായത് ഈ ഒരു ത്രെഡ് ഇത് ഉള്ളൻ ത്രെഡും ഇത് കോട്ടൺ ത്രെഡും ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഉള്ളൻ ത്രെഡ് വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് ഇത്. നമുക്ക് ഹാങ് ചെയ്ത്, അതായത് വാളിലൊക്കെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് പോലത്തെ, അല്ലെങ്കിൽ കീ ചെയിനായിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ചെയ്ത പ്രൊജക്റ്റ്, അതായത് ക്ലിപ്പാണെന്നുണ്ടെങ്കിലും ബാലൻസ് സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഒന്ന് വരുന്നത്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ബോയൊക്കെ ട്രൈ ചെയ്തത് കണ്ടിട്ടുണ്ടെങ്കിൽ ചിരിച്ച് മരിക്കും. ഇത് ഫസ്റ്റ് ടൈം അല്ല, ഇത് ആക്ച്വലി ഐ തിങ്ക് ഞാൻ ചെയ്യാൻ തുടങ്ങിയ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എനിക്ക് വലിയ കുഴപ്പമില്ലാതെ കിട്ടി. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ഞാൻ ചെയിൻ സ്റ്റിച്ചാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളത്. ഞാൻ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്ത ചെയിൻ സ്റ്റിച്ചിൻ്റെ അവസ്ഥയാണിത്, കണ്ടോ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റും. ഞാനിത് കാണിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഇതിൻ്റെ വരും ക്ലാസ്സുകളിൽ ഇതിൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ച് തരുന്നുണ്ട്. ആ സമയത്ത് എന്തുകൊണ്ടാണ് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നതെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ലീഫൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് പണി പാളിപ്പോയ ലീഫാണ് ഇതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ത്രെഡിന് നമുക്ക് 3.5 mm 2.5 mm നീഡിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇതിലുള്ള ഏറ്റവും വലിയ നീഡിലെന്ന് പറയുന്നത് ഒന്ന് 5.5 mm പിന്നെ വരുന്നത് ഒന്ന് 6.0 mm ആണ്. 6 mm ആണ് വരുന്നത്. ഈ 6 mm ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ നല്ല തിക്നെസ് ഉള്ള ഈ ഒരു നീഡിലെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നീഡിലും കൊണ്ട് നമുക്ക് ഈ ഒരു ത്രെഡ് വെച്ചിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ ഹുക്കിലേക്ക് നമ്മൾ വലിച്ചെടുക്കുന്ന സമയത്ത് ഗ്യാപ്പ് വന്നുകൊണ്ടിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് സ്റ്റിച്ചസൊക്കെ പഠിപ്പിച്ചതിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഓരോ നീഡിൽ ഓരോ ത്രെഡിൻ്റെ സൈസിനനുസരിച്ച് പറയണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു നീഡിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ത്രെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി തിക്നെസ് കൂടിയ ത്രെഡാണ്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ത്രെഡാണ് അതായത് ഈ നീഡിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇത്ര തിക്നെസ്സിൽ വരുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെയും സൈസ് കറക്റ്റായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഐ തിങ്ക് 4 mm ഒക്കെ ആണ്, 4 ആണോ 6 ആണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഈ ഒരു തിക്നെസ്സിൽ വരുന്നതാണ് നമുക്ക് 6 mm നീഡിലും കൊണ്ട് ക്രോഷേറ്റ് വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ത്രെഡും കൊണ്ട് ഈ ഒരു നീഡിലും കൊണ്ട് ഞാൻ ചെയ്തൊരു വർക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണത്. ഒരു കുഞ്ഞ് ബാസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു കുഞ്ഞു കൊട്ടയാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തല്ല. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ നോർമലി കുഞ്ഞ് നീഡിൽ പിടിക്കണതിന് വെച്ച് കഷ്ടവും നമുക്ക് നല്ല കൈവേദന. അതിപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ആയവർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഈ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല കൈവേദന ഉണ്ടായിരുന്നു. ഈ ഒരു നീഡിൽ നമ്മൾ പിടിച്ചിട്ട് എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക്, അതായത് ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല കൈവേദന ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു സിലിക്കണിൻ്റെ ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ഹാൻഡിൽ വന്നിട്ട്. എങ്കിൽ പോലും എനിക്ക് നല്ല കൈവേദന ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് കൂടുതൽ വരുമാനത്തിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതിനാദ്യം ഞങ്ങൾ ചെയ്യേണ്ടത് മെറ്റീരിയൽസ് നല്ല റേറ്റ് കുറവിൽ എവിടെ നിന്നാണോ കിട്ടുന്നത് അവിടെ നിന്ന് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ച് പേർക്ക് ചിലപ്പോൾ ഒരു മൈൻഡിലൊരു ഇതുണ്ടാവാം, എന്തുകൊണ്ടാണ് ഞാൻ ഇല്ലെങ്കിൽ ഒരു ഫോം ഷീറ്റിൻ്റെ ആ ഒരു ഇത് വിട്ടിട്ട് ഇതിലേക്ക് വന്നത്. ആദ്യം ജ്വല്ലറി ബിസിനസ് ആയിരുന്നു, അത് വിട്ടു ഇത് വിട്ടു, ഇങ്ങനെ വെറുതെ വിട്ട് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാം. നമ്മൾ ബിസിനസ് ചെയ്യണ എല്ലാവരും നമ്മൾ ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് ബെറ്റർ ആക്കാം, എങ്ങനെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാം, എങ്ങനെ കംപ്ലയിൻസ് ഇല്ലാതെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എങ്ങനെയൊക്കെ കുറച്ച് ബെറ്റർ ആക്കാം, നമ്മുടെ ബിസിനസ് എങ്ങനെയൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാമെന്നല്ലേ നമ്മൾ നോക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓപ്ഷനും കൂടെ എടുക്കാനുള്ളൊരു കാരണം. ഇപ്പം നമ്മൾ ഫോം ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഫോം ഷീറ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എല്ലാം കട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഡിസൈൻ ചെയ്യാനും എല്ലാം പറ്റുന്ന ഒരു എളുപ്പമുള്ളൊരു സാധനമാണ് ഫോം ഷീറ്റ് വെച്ചിട്ടുള്ള ഹെയർ ആക്സസറീസ് ചെയ്യുക എന്നുള്ളത്. അതും കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ഫോം ഷീറ്റ് വാങ്ങിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ബട്ട് എങ്കിൽ പോലും ഈ ഒരു ഫോം ഷീറ്റ് കുറച്ച് കാലം കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒന്നിനും നമുക്ക് അധികം ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ കൂടെ ഈ ഒരു ഫോം ഷീറ്റ് കുറച്ച് കാലം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു കുട്ടികൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ തന്നെ അത് കീറി പോവും, ഇളകി പോവും ഒക്കെ ചെയ്യും. അതിന് നമുക്ക് ആരെയും ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ ബിസിനസ് ചെയ്യണവരെയോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കി കൊടുത്ത ആൾക്കാരെയോ ഒന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല.
ബിക്കോസ് അതൊരു ഷീറ്റാണ്, അതൊരു ഫോം ഷീറ്റ്, ഇല്ലെങ്കിൽ അത് റബ്ബറോ ഇരുമ്പോ ഇല്ലെങ്കിൽ സ്വർണ്ണമോ ഒന്നും അല്ലല്ലോ. സ്വർണ്ണമേ പൊട്ടിപ്പോണ സമയമാണ്, അത് നമ്മൾ ആലോചിക്കണം. ഇരുമ്പൊന്നും അല്ലല്ലോ, അപ്പോൾ അതെന്തായാലും പിടിച്ചു വലിച്ചാൽ കീറിപ്പോകും. അതുപോലെ തന്നെ നമുക്കത് വാഷബിൾ അല്ല, എല്ലാമാണ്. അപ്പം എനിക്ക് ആക്ച്വലി ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈവൻ എൻ്റെ കുട്ടികൾക്ക് കൂടെ ഞാൻ ഉണ്ടാക്കി വെച്ച് കൊടുക്കുന്നത്, അതായത് എൻ്റെ കുട്ടികൾക്ക് ചെയ്യുന്ന ഹെയർ ആക്സസറീസിൽ നിന്നാണ് ആ ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ട് ഞാൻ അത് ബിസിനസ്സാക്കി എടുത്തത്. അപ്പോൾ എൻ്റെ ചെറിയ കുട്ടി വന്നിട്ട് ഭയങ്കര വികൃതമുള്ള ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ അവൾ ക്ലിപ്പൊക്കെ ഇങ്ങനെ പറിച്ച് കളയുകയൊക്കെ ചെയ്യും. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഇവർക്ക് ഇനി എന്താണ് വാങ്ങിച്ചു കൊടുക്കുക, ഇത്രയും കാശ് മുടക്കി നമ്മൾ ഓരോന്ന് ചെയ്തിട്ടും ഇവരിങ്ങനെ കേടുവരുത്തി കളയണം. അപ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കുമല്ലോ വേറെ കുട്ടികളും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇനി എന്ത് കൊണ്ടുവരാമെന്ന് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്ക് ഈ ക്രോഷറ്റിൻ്റെ ഒരു ഐഡിയ കിട്ടിയത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രോഷറ്റിൻ്റെ ബിസിനസ് കണ്ടിട്ട് ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാവരും നല്ല എന്താ പറയുക, നല്ല എക്സ്പീരിയൻസ് ആയവർ, നല്ല നീറ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ അതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അന്തം വിട്ടു. ആദ്യം എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു, നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമുക്കിത് ചെയ്ത് ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ നമുക്ക് എന്തായാലും ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാൽ നമുക്കത് ഓക്കെയാണ്, നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും, നല്ല വാഷബിളാണ്. അപ്പോൾ നമ്മുടെ ബിസിനസ് എങ്ങനെ സക്സസ് ആവണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എങ്ങനെ നമുക്ക് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്നിട്ട് ഈ ഒരു ക്രോഷറ്റിൻ്റെ ഈ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിരിക്കണം. എന്ന് വെച്ചാൽ ഞാൻ ഫോം ഷീറ്റിൻ്റെ ഹെയർ ആക്സസറീസ് ചെയ്യണം നിർത്തിയെന്നല്ല, കുറച്ചുകൂടെ എനിക്ക് ലാഭം അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് കിട്ടുന്നത് ഈ ഒരു ക്രോഷറ്റിൻ്റെ ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ വരും വീഡിയോകളിൽ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അതെങ്ങനെ ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് കണ്ടു നോക്കുന്ന സമയത്ത് അതിനെപ്പറ്റി മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് ഞാൻ മാറിയെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടും സെയിൽ ചെയ്യുന്നുണ്ട്, ഫോം ഷീറ്റിൻ്റെ ഹെയർ ആക്സസറീസും ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മുടെ ബ്രേസ്ലെറ്റും എല്ലാം ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു ക്രോഷറ്റിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റും കൂടെ ആഡ് ചെയ്യണം. ഇത് വാഷബിളാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ട് നല്ല ക്യൂട്ടായിട്ട് കുറച്ചൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ ഇതിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നമ്മൾ വരും ദിവസങ്ങളിൽ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ക്ലാസ്സുകളും വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസ് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക കേട്ടോ, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഈ ഒരു ക്ലാസ്, ഈ ഒരു ക്രോഷറ്റിൻ്റെ അല്ലെങ്കിൽ ഇതിപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടാണ് ഞാനിപ്പോൾ ഇട്ടത് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വേണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോ ഞാൻ ചെയ്യണം, ഇല്ലെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. എന്തായാലും ഞാൻ ചെയ്യും, പക്ഷെ എന്നാലും നിങ്ങളുടെ ഒരു അഭിപ്രായം, നിങ്ങൾക്ക് ഇത് മതിയോ ഇല്ലെങ്കിൽ ഇനി ഫോം ഷീറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ ഫോം ഷീറ്റ് മാത്രം മതി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നാളെ നമുക്കൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സേഫായിട്ട് ഇരിക്കുക കേട്ടോ.